കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം എന്നത് വളരെ സമ്പന്നമാണല്ലോ. കേരളത്തിന് തന്നെ തനതായ എത്രയോ കലാരൂപങ്ങളുണ്ട്. അതിലൊന്നാണ് കഥകളി. ടി വിയിലൂടെയും പാഠപുസ്തകത്തിലൂടെയും ഇത്രയും അറിഞ്ഞുകേട്ട വിശേഷമായ ഒരു കലാരൂപം നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇതിനു മുൻപും കഥകളി അരങ്ങേറുന്നുണ്ടെന്നറിഞ്ഞെങ്കിലും കാണാൻ അവസരം കിട്ടിയില്ല. അതിന് സാധിച്ചു. ആഗ്രഹങ്ങൾ അത് സാധിക്കാനുള്ളതാണ്. കപാലികുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഊട്ടുപുരയിലാണ് കഥകളി അരങ്ങേറിയത്. ആദ്യമായി കണ്ടത് വാദ്യമേളമായിരുന്നു. വാദ്യമേളം ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ എന്തോ ഒരു സവിശേഷത തോന്നി. സാധാരണയായി പാണ്ടിമേളം, ശിങ്കാരിമേളം എന്നീ മേളങ്ങളാണ് കേൾക്കാറുള്ളത്. എന്നാൽ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ചെണ്ടയും മൃദംഗവും ഒരുമിച്ച് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഇമ്പമുണ്ടെന്ന് തോന്നുന്നു. ആധികാരികമായി ഇവയൊന്നും പറയാനോ മനസ്സിലാക്കാനോ ഉള്ളത്ര അറിവില്ലെങ്കിലും എനിക്ക് കണ്ടപ്പോൾ തോന്നിയതിതാണ്. കഥകളിയിൽ വാചിക അഭിനയം ഇല്ല. പാട്ടുകാർ പാടുന്നതിനനുസരിച്ച് മുദ്രകൾ കൊണ്ടുള്ള ആംഗിക അഭിനയവും മുഖഭാവം അഭിനയവുമാണ് അതിനെ വേറിട്ട് നിർത്തുന്നത്. രാജരാജേശ്വരനെ തൊഴണമെന്നുള്ളതുകൊണ്ട് ഒരു 7:30 നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. കാരണം 7:30 മുതൽ 8:30 വരെ മാത്രമാണ് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുള്ളത്. ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം. അതിപുരാതനമായ മഹാശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാജരാജേശ്വരി ക്ഷേത്രം. പാർവതി ദേവിയുടെ ശക്തിപീഠങ്ങളിൽ ഒന്നുകൂടെയാണ് ഈ ക്ഷേത്രം. രാജാക്കന്മാരുടെ രാജാവ് അഥവാ രാജരാജേശ്വരനായാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത്. പല വ്യത്യസ്ത ആചാരങ്ങളാണ് ഇവിടെ. ഇവിടുത്തെ പ്രധാന പൂജയാണ് മംഗല്യപൂജ. ക്ഷേത്രപ്രവേശനത്തിൽ നെയ്യമൃതും അനിവാര്യമായൊരു കാര്യമാണ്.
അതുപോലെ ഇവിടേക്കുള്ള ആനയെ തളിപ്പറമ്പ് പൂക്കോത്ത് കൊട്ടാരത്തിൽ വെച്ച് പേര് വിളിച്ചതിന് ശേഷം മാത്രമേ നടക്കിരുത്തൂ എന്നൊരു ആചാരം കൂടിയുണ്ട്. ശിവസ്ഥാനം ആദ്യം പൂക്കോത്ത് കൊട്ടാരത്തിലായിരുന്നു. പക്ഷേ ശ്മശാന ഭൂമിയായതിനാൽ മറ്റൊരു സ്ഥലം നിർദ്ദേശിക്കുവാൻ മഹർഷിയോട് പറയുകയും മഹർഷി തളിക വിസ്താരത്തിലുള്ള ഒരു സ്ഥലം നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നീട് ആ ഒരു സ്ഥലമാണ് തളിക വിസ്താരത്തിലുള്ള തളിയൻ പറമ്പ് തളിപ്പറമ്പായി മാറിയത് എന്ന ഒരു ഐതിഹ്യവുമുണ്ട്. കൊടിമരമില്ലാത്ത ഏക അമ്പലം കൂടിയാണിത്. പുലർച്ചെ 4 മണിക്ക് തന്നെ ക്ഷേത്രപൂജകൾക്കായി നട തുറക്കും. ഉച്ചക്ക് 12 മണി വരെ നട തുറന്നിരിക്കും. പിന്നീട് തുറക്കുന്നത് വൈകിട്ട് 5:30-നാണ്. ശേഷം രാത്രി 8 വരെ നട തുറന്നിരിക്കും. 7:15-ന് നടക്കുന്ന അത്താഴ പൂജയ്ക്ക് മാത്രമാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഇവിടെ പ്രവേശനം അനുവദിക്കാറില്ല. അമ്പലത്തിന് പുറത്തായിട്ട് ശിവന്റെ ഒരു വെങ്കല ശില്പം അനാച്ഛാദനം ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ട്.